ഞാൻ മന്ത്രിസഭയിൽ അംഗമായത് ലീഡറുടെ പ്രതിനിധി എന്ന നിലയിൽ, ഐയുടെ പ്രതിനിധി എന്ന നിലയിലാണ്. പക്ഷെ പിന്നീട് ദിവസങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ തമ്മിൽ സാവധാനം അകലുകയായിരുന്നു. അതിനൊരു കാരണം KTDCയുടെ ചെയർപേഴ്സണായി പത്മജയെ നിർദ്ദേശിക്കുകയും പത്മജ ചാർജ് എടുക്കാൻ മസ്കറ്റ് ഹോട്ടലിലെ ഓഫീസിൽ വരുമ്പോൾ ഞാനും കൂടി അവിടെ ഉണ്ടാകണം എന്ന് ലീഡർ നിർദ്ദേശിച്ചു. അപ്പോൾ അതിന് ചെറിയ എതിർപ്പുണ്ടായിട്ട് മന്ത്രി പോകണത് ശരിയാണോ, ഒരു KTDCയെ പോലെ ഒരു സ്ഥാപനത്തിൻ്റെ ചെയർമാനായി വരുമ്പോൾ എന്തിനാണ് മന്ത്രി പോകുന്നതെന്ന് പറഞ്ഞെങ്കിലും ലീഡർ പറഞ്ഞതുകൊണ്ട് ഞാൻ പോയി. പക്ഷെ അന്ന് മുതൽ പത്മജ വന്ന് ചാർജ് എടുത്തത് മുതൽ ഞങ്ങൾ തമ്മിലൊരു ഫ്രിക്ഷൻ അത് വർദ്ധിക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല വിദേശത്ത് ധാരാളം യാത്രകളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ പോയപ്പോൾ എനിക്ക് പത്മജയെ കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല. അതും തെറ്റിദ്ധരിക്കപ്പെട്ട സന്ദർഭങ്ങളായി മാറി. ആ ഫ്രിക്ഷൻ ഇങ്ങനെ വർദ്ധിച്ച് വന്നപ്പോഴാണ് രാജ്യസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2 സീറ്റാണ് കോൺഗ്രസ്സിനുള്ളത്. അതിൽ ഒരു സീറ്റ് അന്നത്തെ KPC പ്രസിഡൻറ്റ് എന്ന നിലയിൽ മുരളിക്ക് പറയാം. മറ്റൊന്ന് മുഖ്യമന്ത്രി നിലയിൽ AK ആൻ്റണിക്ക് പറയാം. AK ആൻ്റണി വയലാറിയുടെ പേരാണ് നിർദ്ദേശിച്ചത്. മുരളി PC ചാക്കോയുടെ പേര്. PC ചാക്കോയും ലീഡറും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു പല കാരണങ്ങളാൽ. കൽക്കട്ടയിൽ നടന്ന AIC സമ്മേളനത്തിൽ ലീഡർ വർക്കിംഗ് കമ്മിറ്റിയിൽ എടുക്കുന്നതിന് ചാക്കോ വേണ്ട വിധത്തിൽ പ്രവർത്തിച്ചില്ല എന്നായിരുന്നു ഒരു ആരോപണം. അപ്പം അങ്ങനെയുള്ള ചാക്കോയുടെ പേര് മുരളി പറഞ്ഞപ്പോൾ ലീഡർ പറഞ്ഞ കോടോത്തിൻ്റെ പേരാണ്, അഡ്വക്കേറ്റ് കോടോത്ത്. ശക്തമായ വാശിയേറിയ ക്യാൻവാസിങ് നടന്നു. അപ്പോൾ ഐക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി ലീഡർ പറഞ്ഞു, നിങ്ങൾ കോടോത്തിൻ്റെ പേര്, കോടോത്ത് നാമനിർദ്ദേശം കൊടുത്തു, പേര് നിർദ്ദേശിക്കണം. എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു താൻ കോടോത്തിൻ്റെ പേര് ഉദ്ദേശിക്കുക. ഞാൻ പറഞ്ഞു എനിക്കത് പറ്റില്ല, ഞാൻ തെന്നല സാറിൻ്റെ പേര് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം സോണിയാഗാന്ധി തെന്നല സാറിൻ്റെ പേര് പറഞ്ഞു. കാരണം മുരളിയും ലീഡറും തമ്മിൽ യോജിക്കാൻ പറ്റാതെ വന്നപ്പോൾ തെന്നല സാറിൻ്റെ പേരാണ് സോണിയാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ 3 പേരാണ് വന്നത്. ഒന്ന് മുഖ്യമന്ത്രി ആൻ്റണി നിർദ്ദേശിച്ച വയലാർ രവി, 2 ലീഡർ നിർദ്ദേശിച്ച കോടോത്ത്, 3 സോണിയാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് നിർദ്ദേശിച്ച തെന്നല സാറാണ്. എന്നെ ഡൽഹിക്ക് വിളിപ്പിച്ചു മാഡം ഗാന്ധി. എന്നോട് ചോദിച്ചു എന്താ? ഞാൻ പറഞ്ഞു ഇങ്ങനെ ലീഡർ വളരെ കർക്കശമായിട്ടിരിക്കുന്നു. ശരി, കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി തെന്നലയാണ്, നിങ്ങളുടെ ബാധ്യതയാണ്, നിങ്ങളെല്ലാവരുടെയും ബാധ്യതയാണ് കോൺഗ്രസ് പ്രസിഡൻ്റെ മാനം സൂക്ഷിക്കുക എന്നുള്ളത്. അങ്ങനെ ഞാനിവിടെ വന്നു. ഞങ്ങളെല്ലാവരും വക്കം പുരുഷോത്തത്തിന്, ആര്യാടൻ മുഹമ്മദ്, ഉമ്മൻചാണ്ടി ഒക്കെ ആലോചിച്ച് ഞങ്ങളെങ്ങനെയാണ് തെന്നല സാറെ വിജയിപ്പിക്കുക. അത് ചെറിയ വ്യത്യാസം, 3 വോട്ടിൻ്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ശക്തമായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ വീണ്ടും ലീഡറിൽ നിന്നകന്നു. അപ്പോൾ ഞാനും ലീഡറും തമ്മിലൊരു അകച്ചയുടെ ഒരു പ്രധാന കണ്ണി ഈ രാജ്യസഭ തിരഞ്ഞെടുപ്പായിരുന്നു. ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആണ് ഈ അകൽച്ച കൂടുതലായിട്ട് വർദ്ധിക്കുകയും പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടത്തിലേക്ക് മാറുകയും ചെയ്തത്. അങ്ങനെയാണ് ആൻ്റണി രാജിവെച്ച് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുന്നത്. ആൻ്റണി രാജിവെച്ച് തിരുവനന്തപുരം എയർപോർട്ടിൽ സോണിയാഗാന്ധി വന്ന സന്ദർഭത്തിലാണ്. ഞങ്ങളാരും അറിഞ്ഞിരുന്നില്ല. ഞങ്ങളെല്ലാം പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങളിലൂടെയാണ് അറിയുന്നത് ആൻ്റണി രാജിക്കത്ത് കൊടുത്തിരിക്കുന്നു. ഞങ്ങളെയൊക്കെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. പക്ഷേ ആൻ്റണി പറഞ്ഞു ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി വരുന്ന ഒരു പുതിയ കേരള രാഷ്ട്രീയത്തിലെ പുതിയൊരു ചിത്രം ആരംഭിക്കുന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിലാണ് സുനാമി ഉണ്ടായത്. അന്ന് എറണാകുളത്ത് മന്ത്രിമാരുൾപ്പെടെ ഉള്ള ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. എനിക്ക് സോണിയാഗാന്ധിയുടെ ഒരു ടെലിഫോൺ കോൾ ഡൽഹിയിൽ നിന്ന് വന്നു. അവർ പറഞ്ഞു ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ വേളാങ്കണ്ണി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കടൽക്ഷോഭം വളരെ ശക്തമാണ്.
കേരളത്തിലും ഇത് ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യമായ നടപടി എടുക്കണം, അത് മുഖ്യമന്ത്രിയോട് പറയണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് ലേ മെറിഡിയനിലാണ് മീറ്റിംഗ് നടക്കുന്നത്, മന്ത്രിമാരുടെ എല്ലാം. ഞാൻ ചെന്ന് ഉമ്മൻചാണ്ടിയെ കണ്ടു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഡൽഹിയിൽ നിന്നൊരു കോൾ വന്നിരുന്നു, ഇങ്ങനെ കൊടുങ്കാറ്റ് തമിഴ്നാടിൻ്റെ തീരപ്രദേശങ്ങളിലായി വേളാങ്കണ്ണിയിലെത്തി, അതുകൊണ്ട് ഇവിടെ പ്രിക്കോഷൻസ് എടുക്കണം. അങ്ങനെ അന്ന് ഉമ്മൻചാണ്ടി ചെയ്തത് ഓരോ ജില്ലകൾക്കും, തീരദേശ ജില്ലകൾക്കും ഓരോ മന്ത്രിമാരുടെ ചാർജ് കൊടുത്ത്, പിന്നീട് സുനാമി വന്ന സന്ദർഭത്തിൽ വളരെ ശക്തമായിട്ട് അതിനെ നേരിടാൻ കഴിഞ്ഞു. അത് സോണിയാഗാന്ധിയുടെ ആ സമയത്ത് നടത്തിയ മുന്നറിയിപ്പാണ് ഈ കാര്യത്തിൽ സഹായകരമായി തീർന്നത്. 2006 മുതൽ 2009 വരെ ഞാൻ കേരള നിയമസഭയിൽ അംഗമായിരുന്നു. 2009 വീണ്ടും പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് വരുന്നത്. അന്ന് ഉമ്മൻചാണ്ടിയും KPC പ്രസിഡൻ്റായിരുന്ന രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള കേരളത്തിലെ നേതാക്കന്മാർ എറണാകുളത്ത് നിന്നുള്ള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചത് ഹൈബി ഈഡനെയാണ്. അന്ന് ഹൈബി ഈഡൻ NSUവിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡൽഹി പോകുമായിരുന്നു, സോണിയാജിയെ കാണുമായിരുന്നു. ഒരു സന്ദർഭത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ചെയർമാനായിട്ട് എൻ്റെ പേര് നിർദ്ദേശിച്ചു. പക്ഷേ പിന്നീട് അത് കരസേനയുടെ റിട്ടയർ ചെയ്ത ഒരു മേജർക്കാണ് കൊടുത്തത്. അങ്ങനെ ഡൽഹിയിലുള്ള പല പ്രവർത്തനങ്ങളും ഞാൻ ബൈ ഇലക്ഷൻസ് നടക്കുമ്പോഴൊക്കെ ഞാൻ പോയിരുന്നു. AICC പ്രതിനിധിയായിട്ട് പോയിരുന്നു. തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ പോയിരുന്നു. അപ്പോൾ ഈ 2009 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ എനിക്കൊരു ഹിൻഡ് അവിടെ നിന്ന് കിട്ടിയത് ഞാനായിരിക്കും സ്ഥാനാർത്ഥി എന്നാണ്. അപ്പോൾ ഞാൻ ഈ കാര്യം ഉമ്മൻചാണ്ടിയോടും രമേശോടും പറഞ്ഞു, നിങ്ങളൊന്ന് മാഡത്തിനോട് ചോദിക്കുക ആരാണ് സ്ഥാനാർത്ഥിയായ സാധ്യത. അപ്പം ഞാനല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പേരിലൊരു ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ഹൈബി വരുന്നതിന് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല, ഞാൻ MLA ആണല്ലോ ഇവിടെ. അപ്പോൾ അവരും പറഞ്ഞു അതായിരിക്കും സാധ്യത, ഹൈബിയാണ് എന്ന് പറഞ്ഞു. പക്ഷേ സ്ഥാനാർത്ഥി നിശ്ചയം നടന്ന സന്ദർഭത്തിൽ ഞാൻ ഡൽഹിയിലുണ്ട്. ഞാൻ അന്ന് രാഷ്ട്രപതി ഭവനിൽ ക്രിസ്റ്റി ഫെർണാണ്ടസിൻ്റെ കൂടെ, ക്രിസ്റ്റി ഫെർണാണ്ടസ് അന്ന് സെക്രട്ടറിയാണ്, രാഷ്ട്രപതിയുടെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ട്. രാഷ്ട്രപതിയുടെ വൈറ്റ് വൈനുണ്ട്, ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളൊരു വൈറ്റ് വൈനാണ്. അത് ആണ് ഞങ്ങൾ കഴിക്കുക, ഭക്ഷണം കഴിക്കും. അങ്ങനെ ഒരു 7 മണിക്ക് ക്രിസ്റ്റിയുടെ വീട്ടിൽ ഞങ്ങളിങ്ങനെ വൈൻ കുടിച്ച് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴാണ് എനിക്ക് ടെൻഷൻ പറ്റിയെന്ന് മാധവൻ്റെ ഒരു കോൾ വരുന്നത്. എന്നോട് ചോദിച്ചു എവിടെയാണ്? ഞാൻ പറഞ്ഞു ക്രിസ്റ്റിയുടെ കൂടെയാണ്. മാസ്റ്റർ മാഡം സംസാരിക്കണം. അങ്ങനെ സോണിയാജിയോട് സംസാരിക്കുക. സോണിയാജി എന്നോട് പറഞ്ഞു യു ഗോ ആൻഡ് കണ്ടസ്റ്റ് ഫ്രം എറണാകുളം. സത്യത്തിൽ എനിക്ക് ഞെട്ടലായിരുന്നു, ഞാൻ മെൻ്റലി പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഞാൻ അത് കഴിഞ്ഞ് നേരെ പോയത് ആൻ്റണിയുടെ വീട്ടിലേക്കാണ്. എക്കയുടെ വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഗതി ഉണ്ടല്ലോ. പറഞ്ഞു എക്കെ എനിക്കറിയാം. ഞാൻ പറഞ്ഞത് എളുപ്പമാണോ? കാരണം അവിടെ ഹൈബിക്ക് വേണ്ടിയുള്ള ക്യാൻവാസിംഗ് ഒക്കെയാണ് ഉമ്മൻചാണ്ടി ഉൾപ്പെടെ രമേശ് ഉൾപ്പെടെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു കോൺഗ്രസ് പ്രസിഡൻ്റല്ലേ നിർദ്ദേശിച്ച മാഷിൻ്റെ പേര്, മാഷ് പോയി മത്സരിക്കുക. അങ്ങനെയാണ് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് മാറുന്നത്. ഇവിടെ വെളുപ്പിനെ ഇവിടെ വന്നു, DCC ഓഫീസിൽ മീറ്റിംഗ് കൂടി, ഞങ്ങൾ ചർച്ചകൾ നടത്തി, ഞാൻ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പോയി. അന്ന് സിന്ധു ജോയിയാണ് CPMൻ്റെ കാൻഡിഡേറ്റ്, ചെറുപ്പക്കാരത്തി. വലിയ വാശിയേറിയ മത്സരമായിരുന്നു. കോൺഗ്രസിനകത്ത് തന്നെ പൂർണ്ണമായ പിന്തുണ എനിക്ക് കിട്ടിയിരുന്നില്ല. അവസാനം കൗണ്ട് ചെയ്തപ്പോൾ ഞാൻ 12,000 വോട്ടിനാണ് ജയിക്കുന്നത്. കഷ്ടി ആണ് ജയിച്ചു വരുന്നത്. ഞാൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ 12,000 വോട്ട് ജയിച്ചു. ഞാൻ ഡൽഹിക്ക് പോയി. ഡൽഹിയിൽ ചെന്ന് സോണിയാഗാന്ധി, മൻമോഹൻ സിംഗ് ഉൾപ്പെടെയവരെ കണ്ടു. അപ്പോൾ എൻ്റെ ആ തിരഞ്ഞെടുപ്പ് കാലത്ത് മൻമോഹൻ സിംഗ് പള്ളുരുത്തി വന്ന് എനിക്ക് വേണ്ടി പ്രസംഗിച്ചിരുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ മൻമോഹൻ സിംഗ് പറഞ്ഞു ഐ ഹാവ് കം ദെയർ, ഐ ഹാവ് ക്യാൻവാസ് ഫോർ യു, നൗ യു ഹാവ് വൺ. ഇതാണ് എന്നോട് പറഞ്ഞു മാറ്റാൻ. ഞാൻ എല്ലാവരെയും കണ്ട് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോരുക, കാരണം MLA ഷിപ്പ് രാജിവെക്കണം.
ഞാൻ ബാംഗ്ലൂർ വരുമ്പോൾ എൻ്റെ മൊബൈലിലാണെങ്കിൽ ചാർജില്ല, ഒരു വര മാത്രമേ ഇടൂ, അത്ര ചാർജെല്ലാം പോയിരിക്കുക. എൻ്റെ മകൾ വിളിച്ച് പറയാ, ഡാഡിയെ ഡൽഹിയിൽ നിന്ന് പ്രധാനമന്ത്രി ഓഫീസിൽ നിന്ന് വിളിക്കുന്നുണ്ട്, അവർക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മൊബൈലിൽ നിന്ന് മുരളി, പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സെക്രട്ടറിയെ വിളിച്ചു. അപ്പോൾ മുരളി പറഞ്ഞു, മാഷ് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എവിടെ പോയി? ഞാൻ പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്തേക്ക് MLA-ഷിപ്പ് രാജിവെക്കാൻ വേണ്ടി പോവുകയാണ്, ഞാൻ ഫ്ലൈറ്റിലായിരുന്നു, ഇപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിലാണെന്ന്. ഉടനെ തന്നെ കണക്ഷൻ പ്രധാനമന്ത്രിക്ക് കൊടുത്തു. പ്രധാനമന്ത്രി പറഞ്ഞു, പ്രൊഫസർ വി ആർ സെലക്ടിങ് യു ടു ബി ഇൻ ദ ക്യാബിനറ്റ്, യു ഹാവ് ബീൻ ട്രൈയിങ് ഫോർ യു. ഞാൻ പറഞ്ഞു, താങ്ക് യു സാർ എന്ന് പറഞ്ഞു. അപ്പോൾ മാഡത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു ഫോണ്. മാഡം പറഞ്ഞു, തോമസ് യു കം ബാക്ക് ടുമാറോ ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സ്വെയറിംഗ് സെറമണി. അങ്ങനെയാണ് ഞാൻ തിരുവനന്തപുരത്ത് പോയി രാജിവെച്ച്, MLA-ഷിപ്പ് രാജിവെച്ച് നേരെ പോയത് KPC ഓഫീസിലേക്കാണ്. അവിടെ രമേശ് ഉണ്ടായിരുന്നു. രമേശ് മാരായിക്കിട്ട് എന്നെ സ്വീകരിച്ചു. അവിടെ നിന്ന് തന്നെ ഞാൻ വൈകുന്നേരം ബോംബെക്ക് പോയി. ബോംബെയിലെ ലീല ഹോട്ടലിൽ താമസിച്ച് അതിരാവിലെ ഡൽഹിക്ക് പോയി. വൈകുന്നേരമായപ്പോൾ സ്വെയറിംഗിൽ പങ്കെടുത്തു. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. എന്നെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയിട്ട് എന്നെ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചു. ഞാൻ നേരെ കേരള ഹൗസിലേക്ക് വന്നു. അപ്പോൾ എന്താണ് വകുപ്പ് എന്നെനിക്കറിയില്ല. കുറേ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്, എന്നെ ശരത് പവാറിൻ്റെ കീഴിൽ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ശരത് പവാർ കേന്ദ്ര അഗ്രികൾച്ചർ മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ 3 സഹമന്ത്രിമാരുണ്ടായിരുന്നു. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് കേരളീയരായ ധാരാളം സീനിയർ IAS ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെ എന്നെ കാണാൻ വന്നു. അവർ പറഞ്ഞു, സാറേ, ശരത് പവാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാത്ര എളുപ്പമൊന്നുമല്ല. ഇതിനു മുമ്പ് 3 സഹമന്ത്രിമാരുണ്ടായിട്ടുണ്ട്, അവർക്ക് ചെറിയ ഫയല് പോലും കിട്ടിയിട്ടില്ല. പാർലമെൻറ്റിൽ ചോദ്യോത്തരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാം പവാറാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതെത്രമാത്രം സാറിന് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഞങ്ങൾക്കറിയില്ല, ശ്രദ്ധിക്കണം. ഞാനിത് കഴിഞ്ഞ് സോണിയാഗാന്ധിയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കമൻ്റുണ്ട്, നേരത്തെ 3 സഹമന്ത്രിമാർ പവാറിനുണ്ടായിരുന്നു, അവർക്കൊന്നും ഒരു ഫയൽ പോലും കിട്ടിയിട്ടില്ല, എൻ്റെ കാര്യം എന്താവും? അപ്പോൾ സോണിയാജി പറഞ്ഞത്, യു വെയിറ്റ് ആൻഡ് വർക്ക്, യു ടേക്ക് അനദർ 6 months ടൈം, ദെൻ കം ടു മീ. അങ്ങനെ ഞാൻ ജോലി തുടങ്ങി. ഞാൻ കൃഷി വകുപ്പിലെ ഒരു മുറിയാണ് എനിക്ക് കിട്ടിയത്. എന്നെ മറ്റ് മന്ത്രിമാരെയൊക്കെ അവരുടെ സീനിയർ മന്ത്രിമാർ പിടിച്ച് ഇരുത്തി ഓഫീസ് ചാർജ് കൊടുക്കുമ്പോൾ എന്നോട് ശരത് പവാർ വിളിച്ച് പറഞ്ഞത്, യു ഗോ ആൻഡ് ടേക്ക് ദ ചാർജ്. അങ്ങനെ ഞാൻ ഓഫീസിൽ പോയി ഒരു ഫയലിൽ ഒപ്പിട്ടു. അതാണ് ചാർജ് എടുക്കുക, ഫയലിൽ ഒപ്പിട്ടു. പിന്നീട് പവാർ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വന്നപ്പോൾ എന്നെ വിളിച്ചു, ഞാനവിടെ പോയി. അന്ന് 4 വകുപ്പുണ്ട്: കൃഷി, സഹകരണം, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, കൺസ്യൂമർ അഫെയേഴ്സ്. ഇങ്ങനെ 4 വകുപ്പാണ് അദ്ദേഹത്തിനുള്ളത്. അതിൻ്റെ കൂടെ ഞാനും വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ പവാർ പ്രൊഫസർ എന്നോട് പറഞ്ഞു, പ്രൊഫസർ, യു ആർ ഫ്രം ദ ഫിഷർമെൻ കമ്മ്യൂണിറ്റി, സോ യു ലുക്ക് ആഫ്റ്റർ ഫിഷറീസ്, യു ഓൾസോ ലുക്ക് ആഫ്റ്റർ കോർപ്പറേഷൻ. അങ്ങനെ ഈ 2 വകുപ്പുകൾ എനിക്ക് കൂടുതലായിട്ട് വർക്ക് ചെയ്യാനും അതിൻ്റെ ഫയലുകൾ വരാൻ തുടങ്ങി. പിന്നെ പാർലമെൻറ്റ് ക്വസ്റ്റ്യൻ വന്നപ്പോൾ അതെല്ലാം എനിക്ക് അയച്ചു തന്നു. ഞാൻ എൻ്റെ കമൻറ്റോടുകൂടി അദ്ദേഹത്തിന് അയച്ചു കൊടുക്കണം. പാർലമെൻറ്റിൽ ചോദ്യോത്തരങ്ങൾ തുടങ്ങിയപ്പോൾ അതിൽ മറുപടി പറയാനുള്ള സാഹചര്യം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങളൊരു 6 മാസം കൊണ്ട് വളരെ അടുത്തു. എല്ലാ കാര്യത്തിലും ശരത് പവാർ എന്നെ വിളിക്കും, എൻ്റെ അഭിപ്രായം ചോദിക്കും. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി വരുമ്പോഴാണ് ഈ ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കണം തീരുമാനമെടുത്തത്. അത് സോണിയാഗാന്ധിയുടെ ഒരു പെറ്റ് സബ്ജക്റ്റാണ്. അപ്പോൾ അത് ഒരു സെപ്പറേറ്റ് ഒരു ഇൻഡിപെൻഡൻറ്റ് മന്ത്രിക്ക് കൊടുക്കണം എന്ന തീരുമാനം വന്നപ്പോൾ ശരത് പവാറാണ് എൻ്റെ പേര് പറഞ്ഞത്, KV തോമസിനെ ഏൽപ്പിച്ചാൽ മതി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടി നിർദ്ദേശപ്രകാരം ഞാൻ സ്വതന്ത്ര ചുമതലയുള്ള ഭക്ഷ്യ വിതരണവും അതോടൊപ്പം തന്നെ കൺസ്യൂമർ അഫെയേഴ്സിൻ്റെയും മന്ത്രിയായി.
അത് വലിയ ഉത്തരവാദിത്വത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. കാരണം ഇന്ത്യയിലെ അന്നത്തെ 130ഓളം കോടി ജനങ്ങൾക്ക് ഭക്ഷണം ജന്മാവകാശമായി വരുന്ന ഒരു പുതിയ നിയമത്തിൻ്റെ തുടക്കമായിരുന്നു അത്. അങ്ങനെയാണ് പിറ്റേ ദിവസം വൈകുന്നേരത്തേക്ക് സ്വയറിങ് വെച്ച് ഞാൻ രാഷ്ട്രപതി ഭവനിൽ പോയി, ഹാളിൽ പോയി സ്വയറിങ് സെറമണിയിൽ പങ്കെടുത്തത്. അതിനുശേഷം ഞാൻ സോണിയാഗാന്ധിയെ കാണാൻ പോയി. സോണിയാഗാന്ധി പറഞ്ഞു, നമ്മുടെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഭക്ഷ്യസുരക്ഷാ നിയമം. ഭക്ഷണം ജനങ്ങളുടെ ജന്മാവകാശമാണ്. ഇപ്പം ഇന്ത്യയിലെ 132 കോടി ജനങ്ങൾക്ക് ഭക്ഷണം അവകാശമായി ലഭിക്കുന്ന ഒരു നിയമമാണ് നമ്മൾ പാസ്സാക്കാൻ പോകുന്നത്. അതിൽ വളരെയധികം കാര്യങ്ങൾ നടപടിയെടുക്കേണ്ടതുണ്ട്. ഒന്ന്, ഭക്ഷ്യ ഉൽപ്പാദനം അത് ഗ്യാരണ്ടി ചെയ്യണം. വെള്ളപ്പൊക്കം മൂലമോ വരൾച്ച മൂലമോ ഏതെങ്കിലും വിധത്തിൽ കൃഷിനാശം വന്നാലും നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ഉണ്ടാവണം. മറ്റൊന്ന്, ഇതിൻ്റെ സംഭരണം. നമുക്ക് ആവശ്യത്തിനുള്ള 3 വർഷക്കാലത്തേക്കെങ്കിലും ആവശ്യമുള്ള ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കണം. അതിൻ്റെ വിതരണം, എഫക്റ്റീവായ വിതരണം, ഇത്രയും കാര്യങ്ങളിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് സോണിയാഗാന്ധി എന്നോട് പറഞ്ഞു. ഞാൻ നേരെ പോയി കണ്ടത് MS സ്വാമിനാഥനെയാണ്. MS സ്വാമിനാഥൻ അതിപ്രഗത്ഭനായ, എനിക്ക് നേരത്തെ അറിയാവുന്ന കാർഷിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന് ഇത്തരം കാര്യത്തിൽ വളരെ വ്യക്തതയുണ്ട്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, പ്രൊഫസർ, ആദ്യം നാം ശ്രദ്ധിക്കേണ്ടത് ഭക്ഷ്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് ധാരാളം നടപടികൾ എടുക്കണം. അന്ന് ലുക്ക് ഈസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഞങ്ങൾ ആരംഭിച്ചു. അന്ന് ഒറീസ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ, പ്രത്യേകിച്ച് അരി നെല്ലുൽപ്പാദിപ്പിച്ചിരുന്നില്ല. അതിന് ഞങ്ങളൊരു സ്കീമുണ്ടാക്കി. അതിൽ ശരത് പവാറിൻ്റെ കൂടി സംഭാവന ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും എത്രമാത്രം ഭക്ഷ്യധാന്യങ്ങൾ, ചില സംസ്ഥാനങ്ങളിൽ അരിയായിരിക്കാം, ചിലത്ത് ഗോതമ്പ് ആയിരിക്കാം, ചില സ്ഥലത്ത് ചോളമായിരിക്കാം, അല്ലെ മില്ലറ്റ്സ് ആവാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കി ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, അത് ഗ്യാരണ്ടി ചെയ്യുക, അതിൻ്റെ കർഷകർക്ക് സഹായം എത്തിച്ചു കൊടുക്കുക, ആധുനിക കൃഷി രീതികൾ ആരംഭിക്കുക, അതുപോലെ തന്നെ കാർഷിക മേഖലയിലേക്ക് ജനങ്ങളെ ആകർഷിക്കുക. അങ്ങനെയാണ് MS സ്വാമിനാഥൻ്റെ ഒരു പോളിസി ഈ കാര്യത്തിൽ എങ്ങനെയാണ് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില നിശ്ചയിക്കേണ്ടത്, മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നൊരാശയം അന്ന് കൊണ്ടുവരുന്ന അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മറ്റൊന്ന്, നമുക്ക് 3 വർഷത്തേക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിക്കണം. കാരണം വരൾച്ച ഉണ്ടായാലോ വെള്ളപ്പൊക്കമുണ്ടായാലോ ഈ വിതരണം നിന്നു പോകരുത്. അപ്പോൾ അന്നത്തെ സ്ഥിതി നമ്മുടെ കയ്യിൽ ഏകദേശം 50 ദശലക്ഷം ഭക്ഷ്യധാന്യങ്ങൾ സൂക്ഷിക്കുന്ന സംവിധാനങ്ങളേ ഉള്ളൂ. അതിൽ കൂടുതലേക്ക് പോകണം. അങ്ങനെ ഞങ്ങൾ ഓസ്ട്രേലിയയിൽ ഞങ്ങൾ പോയി നോക്കി, അവിടുത്തെ ധാന്യ സംഭരണം എങ്ങനെയായിരുന്നു. അമേരിക്കയിൽ ഞങ്ങളുടെ ഫുഡ് സെക്രട്ടറി പോയി. ഞാൻ ചൈനയിൽ പോയി. അങ്ങനെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് അത് ശാസ്ത്രീയമായി സൂക്ഷിക്കുന്ന സൈലോസ് സിസ്റ്റം, അങ്ങനെയാണ് സൈലോസ്, ഈ വലിയ വെർട്ടിക്കൽ സംഭരണശാലകൾ തുടങ്ങുന്നത് അങ്ങനെയാണ്. അങ്ങനെ പഞ്ചാബിലും ഹരിയാനയിലും ഈ ഗോതമ്പൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിലും ആന്ധ്രയിലും ഒക്കെ ആണ് ഈ വെർട്ടിക്കൽ സൈലോസ് കൊണ്ടുവരുന്നത് ആ സന്ദർഭം. പിന്നെ വിതരണത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു നല്ല സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അവിടെയാണ് കമ്പ്യൂട്ടറൈസേഷൻ വന്നു, വിരലടയാളം വന്നു, കണ്ണിൻ്റെ ഐലിഡ്സിൻ്റെ അടയാളം വന്നു. അങ്ങനെ ഇന്ന് കാണുന്ന ആധുനിക വിതരണ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് അങ്ങനെയാണ്. അതോടൊപ്പം ഇതിന് നിയമനിർമ്മാണം നടത്തണം. ഞാൻ അന്ന് അഹമ്മദ് പട്ടേലാണ് AICCയുടെ ജനറൽ സെക്രട്ടറി, ഓഫീസ് ചാർജുള്ള ജനറൽ സെക്രട്ടറി, വളരെ പവർഫുള്ളാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരെ പോയി കണ്ടത്. പലർക്കും പല നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ആ നിർദ്ദേശങ്ങളെല്ലാം നോക്കിയതിന് ശേഷമാണ് ഇത് ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത്. 16 മണിക്കൂർ നീണ്ട ചർച്ചയായിരുന്നു. ഞാനാണ് ബില്ല് അവതരിപ്പിച്ച ലോക്സഭയിൽ. അന്ന് എനിക്ക് പിന്തുണ നൽകിക്കൊണ്ട് പ്രസംഗിച്ചത് സോണിയാഗാന്ധിയാണ്. സോണിയാഗാന്ധിക്ക് വലിയ പനിയുള്ള സമയമാണ്, നല്ല പനിയാണ്.
പ്രസംഗിച്ചതിന് ശേഷം നേരെ പോയത് ലോക് മനോഹർ ആശുപത്രിയിലേക്കാണ് പോയത്. അവിടെ കിടക്കുമ്പോഴും രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ചോദിച്ചു എങ്ങനെയാണ് കാര്യങ്ങൾ അവിടെ നടക്കുന്നത്, തോമസ് ഒറ്റക്കാണ് അവിടെ, നമ്മുടെ ആളുകളെല്ലാം ഉണ്ടോ. അങ്ങനെ ദീർഘമായ ചർച്ച അന്ന് ലോക്സഭയിൽ നടന്ന് ഐക്യകണ്ഠേന പാസ്സാക്കിയെടുത്തു. പിറ്റേ ദിവസം രാജ്യസഭയിൽ ഇതുപോലെ ദീർഘമായ ചർച്ച നടന്നു. അങ്ങനെ ഐക്യകണ്ഠേന പാസ്സാക്കിയെടുത്ത ഒരു നിയമമാണ് ഭക്ഷ്യസുരക്ഷാ നിയമം. അത് പാസ്സാക്കിയതിന് ശേഷം ഞാനും MS സ്വാമിനാഥനും കൂടി പോയത് റോമിലേക്കാണ്. അവിടെയാണ് FAO ഉള്ളത്, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. ലോകരാജ്യങ്ങളെല്ലാം അവിടെയാണ് കൂടുന്നത്. അപ്പോൾ അവരുടെ യോഗത്തിൽ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. ഞാനും സ്വാമിനാഥനും കൂടി ചെന്നപ്പോൾ അവർ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, നല്ല കാര്യം, ഭക്ഷ്യസുരക്ഷ, ജനങ്ങൾക്ക് ഭക്ഷണം ഗ്യാരണ്ടി ചെയ്യുന്ന നിയമം നല്ലതാണ്, അത് നടപ്പിലാക്കാൻ ഇന്ത്യക്ക് കഴിയണം. നിങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കണം, അത് സംഭരണം നടത്തണം ഫലപ്രദം. പക്ഷേ നിങ്ങളൊരു കാരണവശാലും ഇതിൻ്റെ പേരിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവരുത്. ലോകം പട്ടിണിയിലായപ്പോൾ ഞങ്ങൾ FAOയിലെ മീറ്റിങ്ങിന് ശേഷം സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ അന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാവരെയും കാണുന്നുണ്ട്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കാണാനൊരു സംവിധാനം ചെയ്തു. ഞാനും എൻ്റെ ഭാര്യ ഷെർലിയും MS സ്വാമിനാഥനും ഞങ്ങൾ ഒന്നിച്ചാണ് ചെല്ലുന്നത്. ഈ നിയമത്തിൻ്റെ ഇംഗ്ലീഷിലുള്ള ഒരു പ്രതി നൽകി. അപ്പോൾ അന്നത്തെ ഒരു യാത്ര ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണം നടത്തി FAOയുടെ അംഗീകാരം വാങ്ങി MS സ്വാമിനാഥനെ പോലെയുള്ള പ്രഗത്ഭനായ ഒരു ശാസ്ത്രജ്ഞൻ ഒരുമിച്ച് മാർപ്പാപ്പയെ കാണാൻ കഴിഞ്ഞത് എനിക്ക് ഇന്നും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഈ കമ്മിറ്റി പവർഫുൾ കമ്മിറ്റിയാണ്. പാർലമെൻറ്റിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഈ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യപ്പെടും. അത്രയും പവർഫുള്ളായ ഒരു കമ്മിറ്റിയിൽ 3 ടേം ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയൊരു കാര്യമായിരുന്നില്ല. ഈ സന്ദർഭത്തിലാണ് 2 സുപ്രധാനമായ കാര്യങ്ങൾ നടന്നത്. ഒന്ന്, നോട്ട് റദ്ദാക്കിയത്.